ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. മൃഗങ്ങളും ഡോക്ടറാവുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒറാങ്ങുട്ടൻ ഒരു സ്വയം ഡോക്ടറായി. അത് നടന്നത് സുമാത്രയിലെ ഒരു വനത്തിൽ റാങ്കൂസ് എന്നു പേരുള്ള ഒരു ഒറാങ്ങുട്ടൻ ആണ് ഡോക്ടറായി മാറിയത്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 35 വയസ്സുള്ള ഒരു ഒറാങ്ങുട്ടൻ സുമാത്ര വനത്തിൽ റാങ്കൂസ് എന്ന പേരിലാണ് ഇവൻ അറിയപ്പെട്ടിരുന്നത്. 35 വയസ്സാണ് ഇവന് ഉണ്ടായിരുന്നത്. ഇവനെ 21 വർഷമായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഒബ്സർവ് ചെയ്തു വരികയായിരുന്നു. 2022 ജൂണിൽ ഇവൻ ചെയ്ത കാര്യം കണ്ടപ്പോൾ റിസർച്ചേഴ്സിന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസം മരങ്ങളിൽ നിന്ന് വലിയ ശബ്ദം. ഈ ആൺകുരങ്ങുകൾ തമ്മിലുള്ള ഫൈറ്റാണ്. ഭയങ്കര ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപിടി. ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ചാടി തള്ളി, അവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇവിടുന്ന് അങ്ങോട്ട് ചാടി, മാന്തി കീറി, മോന്തയൊക്കെ മാന്തി കീറിയിട്ട് ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു സംഭവമുണ്ട്. അതുപോലൊരു സംഭവം നടന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഈ റാങ്കൂസിനെ കണ്ടപ്പോൾ ഈ വലത്തെ കവിളിലൊക്കെ കണ്ണിനടുത്തൊക്കെ ആയിട്ട് വലിയ മുറിവുകൾ ഉണ്ടായി കണ്ടു. അത്യാവശ്യം വലിയ മുറിവുകളാണ്. പക്ഷേ അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ചെയ്ത കാര്യം കണ്ടിട്ടാണ് എല്ലാവർക്കും ഷോക്കായത്. ആങ്കർ കുനിങ് എന്ന് പറയുന്ന ഒരു ചെടി, യെല്ലോ റൂട്ട് എന്ന് വിളിക്കുന്ന ഒരു ചെടി, അത് ലോക്കലായിട്ട് പറയുന്ന ഒരു ചെടിയാണ്. മൂപ്പരാൾ ആ ചെടി പോയി പറിച്ചു. ഇത് കുരങ്ങുകൾ സാധാരണ കഴിക്കാത്ത ഒരു ചെടിയാണ്. അതായത് 0.3% മാത്രമാണ് ഇവരുടെ ഇത് ഡയറ്റിലുള്ളതാണത്. ഈ ചെടി ആള് വായിലിട്ടിട്ട് നന്നായിട്ട് ചവച്ചു, വിഴുങ്ങിയില്ല. പകരം ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഈ മുറിവിൽ അപ്ലൈ ചെയ്തു. മുറിവിൽ ഈച്ചകളൊക്കെ വന്നിരുന്നു. അതും ഇതുകൊണ്ട് ക്ലീൻ ചെയ്തു. ഇതേ സാധനം കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്തു. അടുത്ത ദിവസവും അതേ ചെടി കഴിച്ചു. അങ്ങനെ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവം ചെയ്തു. 5ാമത്തെ ദിവസം കംപ്ലീറ്റ്ലി ഹീലായി മാറി മുറിവ്. 1 മാസം പിന്നിട്ടും ഇൻഫെക്ഷനൊന്നും കണ്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു വലിയൊരു സംഭവമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്നുണ്ടാവും. അത് പറഞ്ഞുതരാം. ഇത് വന്യജീവികളിൽ എക്സ്റ്റേണൽ വുഡ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ പ്ലാന്റ് ഉപയോഗിച്ച് സെൽഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഡോക്യുമെൻറ്റേഷൻ കേസാണ്. ആ യെല്ലോ റൂട്ട് പ്ലാന്റ് ആക്ച്വലി ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ലോക്കൽ പീപ്പിൾ പണ്ട് മുതലേ ഡയബറ്റീസ്, മലേറിയ എന്നിവയ്ക്ക് ഇത് ഉപയോഗിച്ച് പോരാറുള്ള ഒരു സംഭവമാണ്. 21 വർഷമായിട്ട് ഇവിടെ ഒബ്സർവേഷൻ നടത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ബിഹേവിയർ മുമ്പ് കണ്ടിട്ടില്ല. ഓൾറെഡി ഇത് പണ്ട് 2200 BCയിൽ ഹ്യൂമൻ മെഡിക്കൽ മാൻസ്ക്രിപ്റ്റിൽ ഈ വുഡ് ട്രീറ്റ്മെൻറ്റ് മെൻഷഡാണ്. പക്ഷേ ആനിമൽ കിങ്ഡം ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് മെഡിക്കൽ പ്ലാന്റ് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പൂച്ചസാറും നായൊക്കെ വയറ്റിൽ അസ്വസ്ഥത മാറാൻ വേണ്ടിയിട്ട് ഈ നീണ്ട ഇലകളുള്ള ഒരു തരം പുല്ലുകളൊക്കെ തിന്നാറുണ്ട്. പെരിച്ചാഴി, മലയിഞ്ചി തിന്നണത് ഈ പുഴുക്കടി മാറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ ജീവികൾക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വൈദഗ്ധ്യം കാണിക്കാറുണ്ട്. അതൊക്കെയും അതിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ്. ഇതൊന്നും മനുഷ്യൻ്റെ ബുദ്ധിയോ പരിണാമമോ വെച്ചിട്ട് അളക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഇതാണ് ഈ ഒറാങ്ങുട്ടൻ്റെ സംഭവം ഉണ്ടായത്. എന്തായാലും നമ്മൾ മനുഷ്യന്മാരുടെ ആദ്യകാലത്തെ സംഭവങ്ങൾ ഇതുപോലൊക്കെ തന്നെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ടാണ് പുതിയൊരു ഹ്യൂമൻ രൂപപ്പെടുന്നതൊക്കെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിർബന്ധമായും കമൻറ്റ് രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.